ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവീത് വ്ലോഗ്സ്. ബേബിക്കുട്ടിക്ക് ഇപ്പോൾ എക്സാമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു അവൾ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന്. അപ്പോൾ ബേബിയൊക്കെ പോയ ശേഷം വേദു കുറച്ച് നേരം കാർട്ടൂണൊക്കെ ഒന്ന് കാണും കേട്ടോ. എൻ്റെ നിന്ന് ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കിയിട്ട് ഇത്തിരി നേരം കാട്ടുള്ളൂ കേട്ടോ, അധികം നേരമൊന്നും കാട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ബുക്സൊക്കെ ഞാൻ ഒന്ന് കാട്ടിത്തരാം കേട്ടോ നിങ്ങൾക്ക്. അവളുടെ സമ്പാദ്യപ്പെട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സമയം ഇതാ കാണുന്നറിയില്ല, 9:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു കൂട്ടാൻ വയ്ക്കാൻ കഷ്ണങ്ങളൊന്നും ഇല്ല, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇടിച്ചക്ക നമ്മുടെ പറമ്പിൽ തന്നെ സാധനങ്ങൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാലോ വിചാരിച്ചു ഇടിച്ചക്ക പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വേദുവിനോട് ഞാൻ ചെരുപ്പിട്ടോളൂ, അപ്പോൾ ഞാൻ ടാബൊക്കെ വേഗം എടുത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ നല്ല കുട്ടിയാട്ടോ, എടുത്ത് വെച്ച് വേഗം ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇടിച്ചക്ക പൊട്ടിക്കാൻ പോകും. അമ്മയാണ് കേട്ടോ ഇടിച്ചക്ക പൊട്ടിക്കണ. അമ്മ പറഞ്ഞു 1 മിനിറ്റ് ഞാൻ ചോറ് വാർത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായി. പിന്നെ ഞങ്ങളിതാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാ അവിടെ ഒരു മാവുണ്ട് കേട്ടോ. ആ മാവിൽ ഇതാ മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മൂവാണ്ടനും അല്ല മറ്റേ ഗോമാവും അല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് പഴുത്ത, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, എന്ത് മാങ്ങയാണെന്ന് അറിയില്ല. നല്ല ടേസ്റ്റാണ്, പഴുത്ത കേട്ടോ. നല്ല മധുരം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ വേദു കാട്ടുകയാണ് ഇങ്ങനെയാണ് ചക്ക പൊട്ടിക്കുക എന്നാ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീട് റോഡ് സൈഡ് തന്നെയാണ്, അതുകൊണ്ട് ഇതാ വണ്ടിയോളം ഇതൊക്കെ പോണ് കാണാം. അപ്പം ഞങ്ങൾ ജനലിൻ്റെ അവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, വേദു അമ്മമ്മേനെ വിളിക്കുകയാണ്. എന്താ പറയുക, വേഗം വരൂ അമ്മമ്മേ, വേഗം വരൂ അമ്മമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളുടെ അവിടെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ, മറ്റേ ആര്യവേപ്പിൻ്റെ ഇല. അപ്പോൾ അതാ അമ്മമ്മ തോട്ടിയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അമ്മ പറയാണ് ഇനിയൊന്നും എടുക്കണ്ട പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എടുക്കും പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇടിച്ചക്ക ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമാണ് കറി വെക്കാനും. ഇടയ്ക്കിടയ്ക്ക് തന്നെ കേട്ടോ, ഓരോരുത്തരും പൊട്ടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരിയും ഇടിച്ചക്ക സാമ്പാറും വെക്കാമെന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾ. അപ്പോൾ കഷ്ണങ്ങളില്ലാത്തപ്പോൾ നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെ ഓരോന്ന് പൊട്ടിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. എല്ലാ വീട്ടിലും ഇപ്പോൾ മാങ്ങ സീസണും ചക്ക സീസണും തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അമ്മ അങ്ങനെ നോക്കണേ ഏത് ഇടിച്ചക്ക പൊട്ടിക്കും എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം അടിയത്തൊക്കെ കുറേ കഴിഞ്ഞു, കുറേ പേര് പൊട്ടിച്ചുകൊണ്ടേ, കുറേ പേർക്ക് ഞങ്ങൾ കൊടുത്തു ഒക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ അമ്മ ഒരു ഇടിച്ചക്ക പൊട്ടിച്ചു. അപ്പോൾ ഇത് ആ പെട്ടി വണ്ടിയിൽ മറ്റേ ഇപ്പം നോമ്പ് കാലമല്ലേ, മറ്റേ ഫ്രൂട്ട്സൊക്കെ വരേണ്ടതാട്ടോ. എപ്പോഴും വരും അവർ. ഇന്നെന്താഴ്ച ശനിയല്ല, ശനിയും ചൊവ്വയൊക്കെ തോന്നുന്നുണ്ട് അവർ കൂടുതൽ വരിക. അപ്പം അമ്മ അടുത്ത വീട്ടിൽ രാജേച്ചി അവിടെ എന്തോ ചോദിക്കണ്ടായിരുന്നു കേട്ടോ, ചക്കയുടെ കാര്യമോ എന്തോ ചോദിക്കണ്ടായിരുന്നു. അപ്പം അമ്മ കുറച്ച് നേരം അവിടെ വർത്താനം പറയായിരുന്നേ. നിങ്ങൾ നോക്കുക, ആകാശത്തിൻ്റെ ഒരു തെളിമ നോക്കുക, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ ആയ ചൂട് 2 ദിവസം നല്ല സുഖമായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കിടക്കാനേ. പിന്നെ അത് കഴിഞ്ഞത് അമ്മ ഇടിച്ചക്ക വീണത് ഇങ്ങടാ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അല്ല അങ്ങോട്ടാണ് അമ്മയെ പറഞ്ഞു. അപ്പം അമ്മ അത് പോയി എടുക്കാനുള്ളതിലാട്ടോ. അപ്പം അമ്മയുടെ വിചാരം ഞാൻ ചില നേരത്ത് വീഡിയോ എടുക്കണില്ല എന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കും. അപ്പോൾ ചിലതൊക്കെ കാണിക്കണം, എല്ലാം ഒന്നും കാണിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേബി ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അവൾ പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇതൊക്കെ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വേണം പറയാൻ. എൻ്റെ പണികളൊക്കെ ഞാൻ കഴിഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തോട്ടി അമ്മ വാങ്ങിയതാണ് കേട്ടോ. അടിച്ചൊരു തുടക്കുക അതൊക്കെ ഒന്നും ഞാൻ കാട്ടില്ല വീഡിയോസിൽ, എല്ലാം നമ്മൾ കാട്ടണ്ടല്ലോ, കുറച്ച് കാട്ടിയത്. അപ്പോൾ ഞാൻ വേദിനോട് നടക്കടാ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ തോട്ടി മിടിച്ചൊക്കെ കൊണ്ടതാ പോണു. അപ്പോൾ ബസ്സിൻ്റെ ഓണടി കേട്ടപ്പോൾ വേദു ബസ് പറഞ്ഞതായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറാൻ കഴിയും, അത്രയ്ക്ക് അടുത്താണ് ഞങ്ങൾക്ക്. ബസ്സൊന്നും പോവാൻ ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ ഒന്നും നടക്കണ്ട. അപ്പോൾ ഇടിച്ചൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് അമ്മ അത് നുറുക്കിയിട്ടോ, നുറുക്കാനുള്ള പണിയിലായി. അപ്പോൾ കുറച്ച് കുരുമുളക് അവിടെ ഉണക്കാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമുളകൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അവിടെ വേദുവിൻ്റെ സ്ഥിരം JCB, ഞങ്ങളുടെ അടുത്ത വീട്ടിൽ വീട് പണി നടക്കണോണ്ട് തന്നെ എപ്പോഴും അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ JCB വന്ന് മണ്ണൊക്കെ നികത്തലും അവിടെ മതിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള വീട്. അപ്പോൾ അവരുടെ അവിടെ JCB വന്നിക്കണോണ്ട് ഇവൻ അതൊരു കൗതുകമാണ്, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞങ്ങളുടെ ബാക്കിൽ ഈ മാങ്ങ, അയ്യോ ഈ മാങ്ങയ്ക്ക് എന്താ പറയുക, കിളിച്ചുണ്ട മാമ്പഴം അങ്ങനെ എന്തോ നല്ല ഭംഗിയുള്ള മാങ്ങയല്ലേ, നല്ല വലിയ മാങ്ങയാവും ഗൈസ്, നല്ല വലിയ മാങ്ങയാവേ, നല്ല ടേസ്റ്റാണത്. വലിയ മധുരം ഉണ്ടാവില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ പുളിപ്പോ രസമൊക്കെ ഉള്ള മാങ്ങയാണ്. പിന്നെ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ, ഇന്നേ വരെ അതിലൊരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നോക്കാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, അത് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അത് അമ്മ മടാളും കൊണ്ട് ഇതാ വരുന്നു, കത്തിയും മടാളും എണ്ണയും കൊണ്ട് ഇടിച്ചൊക്കെ നുറുക്കാൻ വരിക കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇത് ഉടുക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതും ഉടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു മറ്റേത് കളയാൻ, അതിങ്ങനെ കളയാൻ ഒരു ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്തെങ്കിലും വേണ്ട, മറ്റേ കവറ് കൊണ്ടുവന്നാൽ മതി, വേദുവിൻ്റെ കവറ് കൊടുത്തു വിടുക പറഞ്ഞു.
ഞാൻ എന്നാൽ കവർ കൊടുത്തിടാറുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇടിച്ചക്കൊക്കെ നുറുക്കി വേവിച്ചു, സാമ്പാറൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇത്തിരി ഒരു ഇടിച്ചക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഇത്തിരി ഇടിച്ചക്കൊണ്ട് ഉപ്പേരിയും ആക്കി കേട്ടോ. ഉപ്പേരി ഉച്ചയാകുമ്പോഴേക്കും കഴിയും ചെയ്തേ. ഉച്ചയ്ക്ക് എല്ലാവരും എടുത്തപ്പോൾ ഞങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ, കുട്ടികൾ ആരും കഴിച്ചില്ല. വേദൂന് ഇഷ്ടമായിട്ടോ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ. ബേബി അതൊന്നും കൂട്ടില്ല. വേദൂന് എല്ലാ ഉപ്പേരിയും പച്ചക്കറിയും ഒക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് നല്ല ഇൻട്രസ്റ്റുമാണ്. അവനതൊക്കെ നല്ല ഇൻട്രസ്റ്റാണേ, എല്ലാം അവൻ ചെയ്തോളൂ. അപ്പോൾ വേദു അവിടെ നിന്ന് ഓരോ ആക്ഷനുകളൊക്കെ കാട്ടുക കേട്ടോ. അവൻ്റെ ആക്ഷൻ കാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണ്ടേ. ഇത് അടിച്ചൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുക ചെയ്യുന്നത് കേട്ടോ. എളുപ്പപ്പണി അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ വേഗം ഉടഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ഉപ്പേരിക്ക് നമ്മൾ ഉടച്ചിടും. ചിലർ നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കും. ഞങ്ങൾ കൂടുതൽ ചതച്ചിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് വന്ന് പറഞ്ഞു സോപ്പോ എന്തോ വാങ്ങാൻ, എന്തോ പോവാൻ കടയ്ക്ക്, പൗഡർ എന്തോ വാങ്ങാൻ പോവാൻ പറഞ്ഞപ്പോൾ എന്താ അറിയില്ല സ്പീഡിൽ അങ്ങോട്ട് പോയി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോവാൻ വേണ്ടി കാത്തിക്കുക. അപ്പോൾ അമ്മ, ഞാൻ പിന്നെ അകത്തേക്ക് പോന്നു കേട്ടോ. അമ്മ അവിടെ ഇടിച്ചൊക്കെ നോക്കുമ്പോൾ പേരയ്ക്ക പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ ഒരു പേരയ്ക്ക തിന്നാൻ വിചാരിച്ചു. നല്ലതാണോ എന്നൊക്കെ നോക്കി ചെത്തിയിട്ട് തിന്നു കേട്ടോ. നല്ല മധുരമുള്ള പേരയ്ക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ, കുക്കറിൽ കുറച്ച് പരിപ്പിട്ടോളൂ കൂട്ടാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ കുറച്ച് പരിപ്പ് ഞാൻ ഇട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു ആ പരിപ്പ് കൂടിപ്പോയി ഇത്ര ഞാൻ ഇട്ടത്. അമ്മ ഇതിനെക്കാട്ടിലും കുറച്ച് എത്ര പരിപ്പിടാറുള്ളൂ, അതൊക്കെയറിയില്ലല്ലോ, ഞാൻ ഇടുമ്പോൾ ഇത്രയാണ് ഇടാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ അകത്തേക്ക് പോയപ്പോൾ ഏട്ടൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എനിക്കല്ല കേട്ടോ, കുട്ടികൾക്ക്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചു. വേദുവിൻ്റെ ഈ ഒരു കോലുമിഠായും കൊടുത്തു. ഈ കോലുമിഠായി കിട്ടിയതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താദ്യമായിട്ട് മിഠായി കിട്ടുന്നൊരു കുട്ടിയുടെ പോലുള്ള എക്സ്പ്രഷനാണ് കേട്ടോ. അങ്ങനെയാണ് കാവടി തുള്ളി പോട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൻ കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങി ഇന്ന് നേരത്തെ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു, കുറേ വർഷമായി ആ മാല വാങ്ങിയിട്ട്. ആ മാല നെക്ലേസ് പോലെ ഞാൻ അവനെ ഇട്ട് കൊടുത്തിട്ട് നടത്തിച്ചു കേട്ടോ. കോപ്രായത്തര കാണിക്കാതെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അവന് അതൊക്കെ ഇഷ്ടമായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഊരി എന്നെ അപ്പം അത് ഇടാറില്ല കേട്ടോ. കാരണം കുറേ ആയി അത് വാങ്ങിയിട്ട് വെറുതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനോടൊന്ന് ഇട്ട് നോക്കടാന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ഊരാൻ പറഞ്ഞു കേട്ടോ. കാരണം അവൻ അങ്ങനത്തെ അസ്വസ്ഥതയാണ്. മാലയും കഴിച്ചതിനൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഒന്നും ഇടില്ല, അവന് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എനിക്ക് മീഷോന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അത് റിട്ടേൺ ചെയ്യണം കേട്ടോ. അതിൻ്റെയാണ് ഈ നിൽക്കുന്നത്. ഞാൻ റിട്ടേൺ ഉള്ളതൊക്കെ കൊടുത്തു. അപ്പോൾ അവരിന്ന് പിക്കപ്പ് ചെയ്യാൻ വരും എന്നൊക്കെ മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. എനിക്ക് പാകമല്ലാത്തത് നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, ഒരു മാക്സി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് റിട്ടേൺ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് റീഫണ്ട് ആവും കേട്ടോ. അതിനൊക്കെ മീഷോയും ഫ്ലിപ്കാർട്ടും ഒക്കെ അടിപൊളിയാണ്. മീഷോ റിട്ടേൺ ചെയ്ത് അവർ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ റീഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും കേട്ടോ. അപ്പോൾ വീണ്ടും ഇതാ വേദു ഉറക്കെണീറ്റ് വന്നു കേട്ടോ. എന്നിട്ടാണ് അവൻ ആ JCB എന്തോ കാണണം. അപ്പോൾ അമ്മ ആയിഷാത്ത വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർത്തമാനം അറിയാൻ പോയിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഞാൻ വെറുതെ വീഡിയോ എടുത്തത്. അപ്പോൾ അതാ മീഷോത്തെ ഏതോ ഒരാളാണ് കേട്ടോ, പുതിയ ആളാ തോന്നുന്നുണ്ട്. അതൊക്കെ പൊതിഞ്ഞ് അതൊക്കെ കെട്ടിപ്പോയി റീഫണ്ട് കയറും പറഞ്ഞ ഒരു 10-15 മിനിറ്റിനുള്ളിൽ റീഫണ്ട് കയറി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. ചോറ്, ഇടിച്ചക്ക സാമ്പാർ, ഇടിച്ചക്ക ഉപ്പേരി, കുറച്ച് ചമ്മന്തി, കുറച്ച് മുട്ട, കുറച്ച് അച്ചാർ, ഇതൊക്കെ കൂടി ഒരു പിടി പിടിച്ചു ഗൈസ്. മുട്ട ഉണ്ടായിരുന്നില്ല, ആകെ 2 മുട്ടയുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കിയതാട്ടോ. ഇന്ന് 2 കഷ്ണം ഞാനൊന്ന് എടുത്തതാണ്. ചമ്മന്തി അത് ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ട്. ഞങ്ങളിവിടെ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. 1 മണി 1:30 ഒന്നും ആവില്ല, 12:30 ആകുമ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞത് 1:30 ആവാറായിട്ട് ഈ ഉച്ച നേരത്ത് ഞാൻ പോണത് കടയ്ക്കാണ് ഗൈസ്. അപ്പോൾ കടയ്ക്ക് പോയത് വേറെ ഒന്നുമില്ല, കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. അപ്പോഴാണ് ഞാൻ കടയിൽ കയറിയ ടൈമിൽ ബേബി എത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വർക്കായില്ല, പെട്ടെന്ന് അങ്ങോട്ട് നിന്നു. പിന്നെ ഇതാ വീട്ടിലെത്തി. ഞാൻ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് എന്തോ അറിയില്ല, കുറേ തണ്ണിമത്തം തിന്നാനൊരു കൊതി. അപ്പോൾ ഞാൻ തണ്ണിമത്തനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറിച്ചു. അതൊക്കെ എഡിറ്റ് ചെയ്യണതൊക്കെ ഇട്ടിട്ടൊക്കെ ഷോർട്സിൽ നോക്കട്ടെ. അപ്പോൾ അത് തണ്ണിമത്തം നല്ലതായിട്ട് മധുരം ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബേബി അവിടെ വന്ന് ചോറിനണം കേട്ടോ. നിങ്ങൾ കാണുന്നത് ഏതോ ഒരു ചാനൽ കാണുന്നുണ്ട്, അത് കണ്ടിട്ട് അവൾ വന്ന് ചോറിനുണ്ട്. അപ്പോൾ അവളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് ഞാൻ അനലൈസ് ചെയ്യായിരുന്നു. സോഷ്യലായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, പഠിപ്പിച്ചതൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഏതെങ്കിലും 1-2 തെറ്റിക്കണമെന്ന് അവളുടെ നിഘണ്ടുവിലുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തണ്ണിമത്തനൊക്കെ മുറിച്ച് അവളോട് പറഞ്ഞു ഒന്ന് റെസ്റ്റ് എടുത്തോളാൻ. കാരണം എക്സാമിന് ചൊവ്വാഴ്ചയുള്ളൂ. അപ്പോൾ ഒരു 4 മണി 4:30 പഠിച്ചാൽ മതി, ഒന്ന് കിടന്നുറങ്ങിക്കോളെ. പനിയനും ചേച്ചിയും കൂടി ഇപ്പോൾ തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.